ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പം ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആ ഒരു വ്ളോഗാണ് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്നൊരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ടാണ് ഇന്നിപ്പം പാചകമൊക്കെ ചെയ്യണത്. പിന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇന്ന് വിചാരിച്ചത് ഒരു നോൺ വെജ് സദ്യ ഉണ്ടാക്കാമെന്നാണ്. സദ്യ എപ്പോഴും വെജ് ആയിരിക്കുമല്ലോ. ഇന്നിപ്പം ഞാൻ ഓർത്തു ഏട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നോൺ വെജുകൾ കൊണ്ട് മാത്രമായിട്ടൊരു സദ്യ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിപ്പം രാവിലെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് പൂരിയും പൊട്ടറ്റോ മസാലയും കൂടിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. പൊട്ടറ്റോ മസാല അല്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളൊരു സ്റ്റൂ പോലത്തെ ഒരു കറി ഉണ്ടാക്കുമല്ലോ, അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ പൂരി ഉണ്ടാക്കാൻ വേണ്ടി പൊടി എടുക്കാൻ പോകുമ്പോഴത്തേക്കും പിന്നെ ജാനൂട്ടി എണീറ്റു. അപ്പം ജാനൂട്ടീനെ ഇപ്പം വിക്കിൻ്റെ അടുത്താക്കിയതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ മാവൊക്കെ കുഴച്ച് എടുക്കുകയാണ്. ഏട്ടൻ അവിടെ സൈഡിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ജാനൂട്ടിനെ അവിടെ കിടത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹാളിൽ തന്നെ ജാനൂട്ടിനെ കാണാനും പറ്റും. അപ്പം പണിയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിക്കി ഇടയ്ക്ക് വന്നിട്ട് പൂരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുമായിരുന്നു. എല്ലാവരും കൂടെ കുക്ക് ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിക്കിക്കും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനിടയ്ക്ക് വരുമായിരുന്നു. അപ്പം ഞാൻ ജാനൂട്ടിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പിന്നെ പിന്നെ ലേറ്റ് ആവാറാണ് പതിവ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചിട്ടൊക്കെയാണ് കഴിക്കുക. ഇന്ന് പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മളുടെ ഈ ഒരു സദ്യയും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഈ പൂരിയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ കറിയും റെഡി ആയിട്ടുണ്ട്. അത് സിമ്പിളായിട്ടുള്ള മറ്റു കറിയാണ്, ഞാൻ മുൻപൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അവസാനമായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം കറിയും റെഡി ആയിട്ടുണ്ട്, പൂരിയും. അപ്പോൾ എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചയൂണിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ഉച്ചയൂണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. വിക്കിക്കും പൂരിയും പൊട്ടറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അപ്പം വിക്കിയും രാവിലെ അത് തന്നെയായിരുന്നു കഴിച്ച്. ഇല്ലെങ്കിൽ പിന്നെ വിക്കിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ ഇനിയിപ്പോൾ ദേ നമ്മൾ സാമ്പാറിൻ്റെ ഒരുക്കങ്ങൾ നോക്കാം. നോൺ വെജ് സദ്യയാണെങ്കിലും സാമ്പാറാണ് ഒഴിച്ചു കറിയായിട്ട് എടുക്കുന്നത്. എന്താ വെച്ചാൽ എനിക്കും കൂടെ വേണമല്ലോ എന്തെങ്കിലും കഴിക്കാനൊക്കെ. പിന്നെ ഏട്ടനും ഇങ്ങനെ സൈഡ് ഡിഷുകളായിട്ടാണ് നോൺ വെജിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്, ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കണില്ല. പിന്നെ മീൻ കറി ഉണ്ട്, ഞാൻ തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മീനിൻ്റെ തല ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇപ്പം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. വിക്കിയും ജാനൂട്ടിയും കൂടിയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിപ്പം സാമ്പാറിൻ്റെ തക്കാളി, മുരിങ്ങക്കായ, അതുപോലെ വെണ്ടയ്ക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നിട്ട് ആദ്യം വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയതിന് ശേഷമാണ് പരിപ്പും അതുപോലെ അതിനൊത്തിട്ട് കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. പരിപ്പിൽ നമ്മുടെ ഒരു എന്താ ഉരുളക്കിഴങ്ങല്ല, ചേമ്പിൻ്റെ കിഴങ്ങുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുള്ള കിഴങ്ങാന്ന് വെച്ചാൽ കുറച്ച് വേവ് കൂടുതലെടുക്കും, അതുകൊണ്ട് അത് കുക്കറിലിട്ടത്. പിന്നെ ഇപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് പരിപ്പും എല്ലാം ചേർത്ത് പിന്നെ പുളിയും ചേർത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം എല്ലാം തിളപ്പിച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം പൊടി ഉണ്ടല്ലോ, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സംഭവങ്ങളൊക്കെ കൂടെ എല്ലാം കൂടെ, കായത്തിൻ്റെ പൊടി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തതിന് ശേഷം എണ്ണയിൽ കടുക് തളിച്ചിട്ടാണ്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് തളിച്ച് നമ്മുടെ സാമ്പാറിൽ കൊട്ടി കഴിയുമ്പോഴത്തേക്കും സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഞാൻ പായസം കൂടെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിപ്പം ചിക്കൻ്റെ ജസ്റ്റ് ഒരു തന്തൂരി പോലെ എന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മസാല തടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ പ്രോൺസ് ഉണ്ട്, പ്രോൺസിൻ്റെ മറ്റേ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ. അപ്പോൾ വിക്കിക്കുട്ടൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഉള്ളി ഗ്രേറ്റ് ചെയ്തെടുക്കലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചിക്കൻ ഉണ്ടാക്കുകയാണ്. ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വറുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സംഭവം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കനും ഇതൊക്കെ ഫ്രൈ ചെയ്യണ സമയത്തുണ്ടല്ലോ. പിന്നെ ഇന്നിപ്പം കേക്കായിട്ട് ഉണ്ടാക്കുന്നത് ഓറിയോൻ്റെ കേക്കാണ്. ഓറിയോ മറ്റേ ചോക്കോ ലാവ കേക്ക് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിക്കിയൊക്കെ ആ ക്രീമും ഓറിയോ ബിസ്ക്കറ്റും തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇപ്പം ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ.
പിന്നെ അത് ഈ ഒരു ചിക്കന് അതേ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പ്രോൺസിൻ്റെ മസാല ഉണ്ടല്ലോ, അത് പ്രോൺസിൽ ആദ്യം മസാലകളൊക്കെ ഇട്ട് തിരുമിയതിന് ശേഷം ഉള്ളിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം പൊടികൾ ഇടുന്നുണ്ട്. നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അങ്ങനത്തെയൊക്കെ. പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ് അതിൻ്റെ മെയിനായിട്ട്. നന്നായിട്ട് എന്നിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഇപ്പം മീനും കൂടെ വറുക്കുകയാണ്. മീൻ വറുത്തതിന് ശേഷം ഇത് ഇടയ്ക്ക് വിക്കിക്കുട്ടന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എത്ര പേര് ഇതുപോലെ ചെയ്യാറുണ്ട്? മീൻ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന ആളുകൾ കൂടുതലും അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പം അതിന് ശേഷം നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡിയായി. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ? ഇതിപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്ന് വെച്ചാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആട്ടോ. ഏട്ടനും വിക്കിക്കും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ജാനൂട്ടിനെയും കൂടെയൊക്കെ മാനേജ് ചെയ്തിട്ടെല്ലാം ചെയ്യേണ്ടത് കൊണ്ട് അങ്ങനെ പഴയതുപോലെയൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ആവാറായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം റെഡിയായിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ പൂരിയൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ആർക്കും അങ്ങനെ വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് അത് ഉണ്ടാക്കിയത്. ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇച്ചിരി വിശപ്പ് സഹിച്ചിട്ടിരിക്കാമല്ലോ. പിന്നെ റെസ്റ്റോറൻറ്റുകളിലേക്ക് പോലെ കുറച്ച് കൂടുതൽ വിശപ്പായതിന് ശേഷമാണ് ഇതുപോലത്തെ ഭക്ഷണം ഉണ്ടാകുമ്പോൾ ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് പ്രത്യേകിച്ച് ഇങ്ങനെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിളമ്പിയിരിക്കുന്നത് അച്ചാറാണ്. അച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ വാഴയില കണ്ടോ, വാഴയിലൊക്കെ ഏകദേശം ഇത്തിരി വാടി ഉണങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഇലയാണ് ഇതൊക്കെ. പിന്നെ അതിൽ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മീനച്ചാറാണ് അത് വിളമ്പിയിരിക്കുന്നത്. അപ്പോൾ അച്ചാറിന് ശേഷം പിന്നെ നമ്മുടെ ചെമ്മീൻ ഒരു റോസ്റ്റും ചിക്കൻ ചുക്കയും, പിന്നെ ചിക്കൻ്റെ ഫ്രൈയും, മീൻ വറുത്തതും, പപ്പടവും, സാമ്പാറും, മീനിൻ്റെ തലക്കറി ഉണ്ടല്ലോ, ചാറ്, അതുകൊണ്ട്. പിന്നെ നമ്മുടെ പായസം പാലടയുടെ പായസമാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സാണ്. പക്ഷെ അത് അത്ര നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു മിക്സ് ആയിരുന്നില്ല അത്. അപ്പം ഏട്ടൻ ആദ്യം കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജാനൂട്ടീനെ നോക്കാൻ ഒരാൾ എന്തായാലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം വിക്കി ഞാനും കൂടെ ജാനൂട്ടീനെ നോക്കിയതിന് ശേഷം പിന്നെ ഏട്ടൻ കഴിച്ചിട്ട് അതിന് ശേഷം പിന്നെ ഏട്ടൻ ജാനൂട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത്, ഞാനും വിക്കിയും കൂടെ. വിക്കിക്കുട്ടന് ഇപ്പം ഇലയൊക്കെ ഇട്ടിട്ട് ചോറുണ്ണാൻ നല്ല ഇൻട്രസ്റ്റൊക്കെയാണ്. പക്ഷെ TV കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഇപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. വൈകുന്നേരമായിട്ട് കേക്കൊക്കെ മുറിക്കാമെന്നുള്ള രീതിയിൽ. അപ്പം ഓറിയോ കൊണ്ടാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത്. അതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു. പൊടിച്ചതിന് ശേഷം ഇത് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു എന്താ പറയുന്നത്, വൈറലായിട്ടുണ്ടായിരുന്ന കേക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള കേക്ക് ഉണ്ടല്ലോ. അപ്പം പൊടിച്ച് അതിൽ പാലും പിന്നെന്താ സോഡയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമ്മൾ കേക്ക് ടിന്നിലാക്കിയിട്ട് വെക്കുക തന്നെയാണ്. ഞാനിപ്പം അവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പോട്ട് ഉണ്ടല്ലോ, അതിനകത്തും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചോക്ലേറ്റിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലിങ്ങനെ പൊട്ടിച്ചിട്ട് അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മുറിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ലാവയായിട്ട് വരുമല്ലോ. ചൂടോടെ മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ല ഒരു ലാവ കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. അപ്പം അതിങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിൽക്ക് ചോക്ലേറ്റ് അല്ലാതെ നോർമൽ ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതേ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മളൊരു സ്ട്രോബെറി വെച്ച് കൊടുക്കേണ്ട, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഓറിയോ കൊണ്ടുള്ള കേക്ക് നല്ല അടിപൊളിയാട്ടോ. നമ്മുടെ ലാവ കേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഞാനിതിലോട്ട് പൊടിയും കൂടെ ഷുഗറിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതും. എന്തായാലും ബർത്ത്ഡേ അല്ലേ, സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾക്കൊരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. ഏട്ടനും വിക്കിയും അതുപോലെ ജാനൂട്ടിയും എല്ലാവരും അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം തീർന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിരുന്നു, അതുപോലെ തന്നെ സ്പെഷ്യലും കൂടിയിട്ടായിരുന്നു. എന്തായാലും ജാനൂട്ടിയുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.